അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബിങ്ങളെ, നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യമായ ഘടകമായി കാണുന്ന ഒന്നാണ് ആഹാരമെന്നുള്ളത്. ആഹാരം നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മതിവരുവോളം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തരുമ്പോൾ നാം നല്ല നന്ദിയുള്ള ഒരു അടിമയായി മാറേണ്ടതുണ്ട്. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം ആഹാരം കഴിക്കുന്നതിന് ചില മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസമായതിനാൽ നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവർത്തിക്കും എന്ത് നന്മയാവട്ടെ ആ നന്മക്കൊക്കെ വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ആഹാരം കഴിക്കുന്ന മര്യാദകളൊക്കെ പാലിച്ച് അത് തുടരുക. റമദാനിലാകുമ്പോൾ ഒന്നും കൂടി പ്രതിഫലമാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരനുഗ്രഹം കൊണ്ടാണ് നാം എല്ലാവരും ദിനേന ഭക്ഷണം കഴിക്കുന്നത്. അത് നമുക്ക് കണ്ടെത്താനുള്ള വഴികളും അല്ലാഹു എളുപ്പമാക്കി തരുന്നത്. അപ്പോൾ ആ ആഹാരം കഴിക്കുന്നതിന് ചില മര്യാദകൾ നമ്മൾ പാലിച്ചാൽ അതിലൊരു ബറക്കത്ത്, അതിലൊരു ഫലം നമുക്ക് അല്ലാഹു നൽകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക രീതികൾ, മനോഹരമായ മാതൃകകൾ ആ ഭക്ഷണ ശൈലിയിലൂടെ, ഭക്ഷണ കഴിക്കുന്നതിൻ്റെ ശൈലിയിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ബിസ്മി ചൊല്ലുക. രണ്ടാമത്തേത് വലത് കൈ കൊണ്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. മൂന്നാമത്തേത് അടുത്തുള്ളതാണ് ഭക്ഷിക്കേണ്ടത്. നമ്മൾ ഭക്ഷിക്കുമ്പോൾ അനാവശ്യമായ, നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് എടുത്ത് കഴിക്കരുത്. അടുത്ത് നിന്ന് കഴിക്കുക. കുൽ മായലീഖ്, നിന്നോട് അടുത്ത ഭാഗത്ത് നിന്ന് നീ ഭക്ഷണം കഴിക്കുക. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് ചാരിയിരുന്ന് കഴിക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ചാരിയിരിക്കരുത്. അടുത്തൊരു മര്യാദയാണ് ഭക്ഷണത്തെ കുറ്റം പറയരുത്. നമ്മുടെ ഭക്ഷണം ചിലപ്പോൾ ടേസ്റ്റ് കുറവാവാം, രുചി കുറവാവാം, ചിലപ്പോൾ നമുക്ക് പറ്റാത്തതാവാം. എന്നാലും ഭക്ഷണത്തെ നാം കുറ്റം പറയരുത്. പിന്നെയുള്ളത് നമ്മൾ ശ്രദ്ധിക്കാൻ, ഭക്ഷണം കഴിച്ചതിന് ശേഷം അള്ളാഹുവിന് ശുക്ർ പറയുക. അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുക. പരിപൂർണമായ ആ ദിക്ർ നമുക്കെല്ലാവർക്കും പഠിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന മഹത്തായ ദിക്ർ നാം പഠിക്കേണ്ടതുണ്ട്. ആ ദുആ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ തുടക്കത്തിൽ ബിസ്മി മറന്നു കഴിഞ്ഞാൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് നമ്മൾ പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പരിപൂർണമായി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കേണ്ടത്. ഈ മര്യാദകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതി നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ വ്യത്യസ്തമായി നിരന്തരം ചെയ്തു പോരുന്നതായ ആ മാതൃകയെ ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയാവാം പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഇന്നു മുതൽ നമുക്കൊരു തുടക്കമാവട്ടെ, നല്ലൊരു മാറ്റം ഇതിൽ വരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറായ നിലക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.